ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴയൊക്കെ ആയിട്ട് കാറൊന്നും പുറത്തിറക്കാണ്ട് അടച്ചു കെട്ടി നിൽക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ സൂക്ഷിച്ചു കേട്ടാ, നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നല്ല മുട്ടൻ പണി കിട്ടിയിട്ടുണ്ട്. കാറ് മൊത്തം പൂപ്പൽ കെട്ടി ഒരു 2 ആഴ്ചയിലധികമായി ഞങ്ങൾ കാറൊന്നും എടുത്തിട്ട് മഴയായതുകൊണ്ട് എവിടെയും പോകുന്നുമില്ല. പിന്നെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അടുത്തടുത്ത് പോകുമ്പോഴൊക്കെ നമ്മൾ മഴയില്ലാത്ത സമയത്ത് 2 വീലറിലാണ് പോകുന്നുണ്ടായത്. അങ്ങനെ കാറ് നോക്കുമ്പോൾ മൊത്തം സീറ്റും സ്റ്റിയറിങ്ങും സീറ്റ് ബെൽറ്റും ഒന്നും പറയണ്ട, എല്ലായിടെയും നല്ല രീതിയിൽ പൂപ്പലുണ്ടായിരുന്നു. അതുകൊണ്ട് പൂപ്പലൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതൊന്ന് ഡീപ്പ് ക്ലീനിങ്ങിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് അച്ഛനാ നമ്മുടെ തൃക്കോത്തുള്ള കലാഗ്രാമത്തിലേക്ക് ഇറക്കാനുണ്ടായിരുന്നു. അവിടെ സാറ്റർഡേ സൺഡേസിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നടത്താറുണ്ട്. അപ്പോൾ അച്ഛനാണ് അവിടുത്തെ മേൽനോട്ട ചുമതല. അപ്പോൾ അച്ഛനെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ നേരെ ഓട്ടോ പ്രോ കാർ കെയർ സർവീസ് സെൻറ്ററിൽ എത്തി. ഭയങ്കര ഉപയോഗമാണ് ഈ ഒരു സെൻറ്റർ ഇവിടെ ഓപ്പൺ ചെയ്തതുകൊണ്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഈ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല സർവീസാണ്, അഫോർഡബിൾ റേറ്റാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു കേന്ദ്രം ഉണ്ടാകുമ്പം നമുക്കത് ഭയങ്കര ഉപയോഗം തന്നെയാണ്. കാറിനെല്ലാം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പണിയില്ല ആൾക്കാരാണ്, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യക്കുറവ് വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു സെൻറ്ററിലേക്ക് വിട്ടോളൂ. നല്ല രീതിയിൽ അവർ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരും. അപ്പോൾ നമ്മളെ കാർ നല്ല കുട്ടപ്പനായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുമെന്ന് കുറച്ച് ടൈം എടുത്തു കിട്ടാ. പിന്നെ ഞങ്ങൾ പോയവരവിടെ കറണ്ട് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് കുറച്ചധികം സമയം നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കറണ്ട് ഇല്ലാണ്ടൊന്നും നടക്കൂലല്ലോ. അപ്പോൾ എന്തോ ലൈനിൽ പണിയെടുക്കുന്നത് കൊണ്ട് ഇങ്ങനെ കറണ്ട് വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോനും ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു ഇവിടത്തേക്ക്, വെറുതെ ഒന്നിച്ച് കയറിയതായിരുന്നേ. അപ്പോൾ പിന്നെ അവിടെ പോസ്റ്റായിപ്പോയി ഒരുപാട് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ അവരെ ലോഞ്ചിൽ പോയിട്ടിരുന്നു. വേറെയും കുറേ കാറുകളും വണ്ടികളൊക്കെ അവിടെ സർവീസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കാര്യം പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ, വണ്ടിയെല്ലാം ഇടയ്ക്കിടയ്ക്കെല്ലാം എടുത്ത് നോക്കണം, ഇല്ലെങ്കിൽ ഇതാ ഇങ്ങനെയുള്ള പണികൾ കിട്ടും. കച്ചറ പിടിച്ച് പുറത്തെല്ലാം എന്തെങ്കിലും പൊടി പറ്റി നമുക്ക് കഴുകും. പക്ഷേ ഈ പൂപ്പലെല്ലാം ആകുമ്പം അത് ഭയങ്കര വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് പേടിച്ചു പോയത്. ഇതിങ്ങനെ മൊത്തം പൂപ്പ് കെട്ടി കണ്ടേരെ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അങ്ങനെയാണ് അവസ്ഥ ഉണ്ടായത്. പിന്നെ കുറേ സമയം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നേരം തൊട്ടടുത്തൊരു ചിക്കൻ സ്റ്റോൾ കണ്ട്. അപ്പോൾ വിവേക് ചോദിച്ചു നമുക്ക് ചിക്കൻ വാങ്ങിയാലോ എന്ന്. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എന്തെങ്കിലും ചിക്കൻ കറിയെല്ലാം ആക്കാം. മോനും വീട്ടിലുണ്ട്. അങ്ങനെ അവർ രണ്ടാളും കൂടിയിട്ട് ചിക്കൻ വാങ്ങാൻ പോയി. അങ്ങനെ അതെല്ലാം വാങ്ങി പിന്നെയും കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്നു. ഞങ്ങൾക്കൊന്ന് കണ്ണൂരൊക്കെ പോകാനുണ്ട്. പിന്നെ നമ്മളൊന്നും ചിക്കൻ വാങ്ങിയിരുന്ന പെട്ടെന്നൊന്നും വെച്ച് തീർക്കും, 2 ദിവസം വെക്കും എന്തായാലും ഫ്രീസറിൽ. അപ്പോൾ ആകെ അത്രയും ആൾക്കാർ കഴിക്കുള്ളൂ. അങ്ങനെ അതുകൊണ്ട് ചിക്കൻ വാങ്ങിയതാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കണ്ണൂർ പോകാനുണ്ട്. കുറച്ച് വലിയ കാര്യമൊന്നുമില്ല, എൻ്റെ ഒരു കേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാൻ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇത് ക്ലീൻ ചെയ്യുന്ന കാണുമ്പോൾ എന്തൊരു സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ. ഭയങ്കര നീറ്റായിട്ട് അവരിങ്ങനെ പണിയെടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ലോഞ്ചിൽ പോയി ഇരുന്നപ്പോൾ കണ്ട സെറ്റപ്പ് ആദ്യത്തെ നല്ല രസമില്ലേ. ഈ കാറിൻ്റെ ഇതിൽ സോഫ സെറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഈ പതപ്പിച്ച് വെച്ചിട്ടുള്ള കാഴ്ചയാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. അങ്ങനെ കാർ നല്ല ക്ലീൻ ആൻഡ് കുട്ടപ്പനാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല സർവീസാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കി ഒരു ടൈം എക്സ്പീരിയൻസ് ചെയ്ത് നോക്കട്ടെ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെ ഞങ്ങൾ എല്ലാം കാറിനെല്ലാം കുളിപ്പിച്ച് എടുത്തതാ അച്ഛനെ തിരിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അച്ഛനവിടെ കലാഗ്രാമത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ണവരം പഞ്ചായത്തിൽ കുട്ടികൾക്ക് ഫോക്ലോർ അക്കാഡമീൻ്റെ ചില ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അതാണ് കേട്ടോ ഈ കലാഗ്രാമത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ പോയത് അയ്യോത്ത് വയലിലേക്കാണ്. ഇന്നവിടെ വയലിൽ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് ചെളിയും മണ്ണുമൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒന്ന് അടുത്തറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അയ്യോത്ത് വയലിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു ദിവസം അവിടത്തേക്ക് പോകണം. മഴയൊക്കെ പെയ്ത് അവിടുത്തെ പ്രകൃതിയൊക്കെ ആകെ മാറി. ഈ പോകുന്നതുണ്ടല്ല കുറേ ബംഗാളികളാണ്. കണ്ടത്തിൽ പണിയെടുക്കാനല്ല ഇപ്പം ബംഗാളികളാണെന്ന് ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി. രാവിലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ വെച്ച് ഇവരെല്ലടി പോകുന്നതിനാ. അങ്ങനെ അവിടുന്ന് കുറച്ച് സമയം അവിടെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ചു. അപ്പോൾ ഒരു പായസ ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പായസവും കൂടി കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കണ്ണൂരേക്ക് പോയിട്ടാണ്. എൻ്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ കേബിള് നമുക്ക് അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കോൾ ചെയ്തിട്ട് ഞങ്ങളത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. മഴ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ബ്ലോക്ക് ഒരു രക്ഷയില്ല. മോൻ കാറിൽ ബാക്കിൽ കിടന്ന് ഉറങ്ങിപ്പോയി, പിന്നെ ബ്ലോക്കിൽ പെട്ട് ക്ഷീണം പിടിച്ചിട്ട്. അത്രയും ബ്ലോക്കാന്ന്. അതിനിടയ്ക്ക് ഓരോരുത്തന്മാരെല്ലാം വണ്ടി എടുത്തിട്ട് പോകുന്ന പോക്ക് കാണണം. സത്യം പറയാൻ ദേഷ്യം വരും. ഞാനെല്ലാം ഒച്ചതിൽ ചീത്ത കളിക്കലുണ്ട്. അങ്ങനെ പോകുന്നുണ്ടാവും. എന്തിനിങ്ങനെ എത്ര തിരക്ക് പിടിച്ചിട്ട് പോകുന്നല്ലേ? നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? റോങ് സൈഡിൽ പോകുന്നത്, സ്പീഡിൽ പോകുന്നതെല്ലാം ആൾക്കാർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. ഇത്തരക്കാരെല്ലാം നന്നായിട്ട് എന്തെങ്കിലും നിയമം കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞങ്ങൾ നേരെ ജിമാളിലേക്കാണ് എത്തിയിട്ടുണ്ടായത്. അവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ഐഫോൺ സർവീസ് സെൻറ്റർ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ശരിക്കും പറഞ്ഞത് ഐഫോണിൻ്റെ ആശുപത്രി എന്ന് തന്നെ പറയാം. അങ്ങനെ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കേബിൾ കളക്ട് ചെയ്യാനുള്ളതായതുകൊണ്ട് വേഗം തന്നെ അത് കളക്ട് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമുക്കിന്ന് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ഇത് വാങ്ങിക്കലായിരുന്നു മെയിൻ പ്രോഗ്രാം. പിന്നെ ഞങ്ങൾ ചോദിച്ചു എന്തായാലും അത്ര വരെ വന്നല്ലേ, ഇന്ന് സെക്യൂർ സെൻറ്ററിലേക്ക് പോവാം. മഴയായതുകൊണ്ട് അങ്ങനെ വേറെ എവിടെയും പുറത്തൊന്നും ഇറങ്ങാനൊരു മൂഡ് ഉണ്ടായിട്ടില്ല. ഏത് സമയത്താണ് മഴ പെയ്യാന്ന് അറിയില്ലല്ലോ. പിന്നെ വെയിലായതുകൊണ്ട് ഞങ്ങൾ നേരെ സെക്യൂറിലേക്ക് വിട്ടു. ആ പോകുന്ന വയ്യാന്ന് നിങ്ങൾക്ക് പറയണ്ട, അതിനപ്പുറം തിരക്കാണ്. താഴെ ചൊവ്വത്തെ കാര്യമൊന്നും പറയണ്ടല്ല, എപ്പോഴും തിരക്കന്നെ. ഞങ്ങൾ നേരെ ഈ ഒരു ബുക്ക് സ്റ്റോളിലേക്കാണ് വന്നിട്ടുണ്ടായത്. എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഫുഡ് കോർട്ടിലേക്ക് കയറിയതാണ്. അപ്പോൾ ആ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഈ ബുക്ക് സ്റ്റാൾ ഉള്ളത്. മോൻ എന്തെങ്കിലും ബുക്ക്സ് കിട്ടുമോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഉള്ളിൽ കയറിയത്. പക്ഷേ എനിക്കത് ലോട്ടറി അടിച്ചത്. ഞാൻ 3 ബുക്ക് അവിടെ നിന്ന് എടുത്തു. സത്യം പറയട്ടെ, ഭയങ്കര നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ. മോനൊരു ചെസ് ബോർഡ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങി. പിന്നെ ബുക്കിൻ്റെ കുറേ അതിനുള്ള ബുക്ക് മാർക്സുകൾ, അങ്ങനത്തെ എന്തെങ്കിലും നല്ല ക്യൂട്ട് ആക്സസറീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരു ദിവസം വന്നിട്ട് വൃത്തിക്ക് വരുതണം. ഇന്ന് പിന്നെ വെറുതെ അങ്ങനെ അവിടത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വന്നതല്ലല്ലോ. പിന്നെ പെട്ടെന്ന് കയറിയതുകൊണ്ട് എന്തെന്നാ നോക്കേണ്ടതെന്നുള്ളൊരു തിരുപാട് കിട്ടിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കോർട്ടിലേക്ക് നീങ്ങി അവിടെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ചിക്കിങ്ങിലാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇതുവരെ ഇല്ലാത്തൊരു തിരക്ക് അവിടെയും നമ്മൾ കണ്ടു. ഇതുവരെ ഫുഡ് കോർട്ട് ഇത്തിരി നിറഞ്ഞിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ ഒരു ചായ പോയിന്റ് ഉണ്ടായിരുന്നു. അവിടുന്ന് നല്ലൊരു ബദാം മിൽക്കും മോനൊരു ലൈം ടീയും കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. വലിയ റേറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് കിട്ടി. അവിടുന്ന് ഇവർ രണ്ടാളി നോക്കുന്നത് തൊട്ടടുത്ത് തന്നെ 12D സിനിമാസിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. എനിക്ക് കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഡാഡക്ക് മോന് ഭയങ്കര നിർബന്ധത്തിൽ കയറണം. പിന്നെ ഞാനെന്താ ചെയ്യുക, ഞാനും അവരുടെ കൂടെ കയറി. 150 രൂപയെന്ന് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഉള്ളത്. 6 പേർക്ക് ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ. ചെറിയൊരു സ്പേസാണ്. ഞാൻ പിന്നെ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇവർ ഒരേ നിർബന്ധം അതിൻ്റെ ഉള്ളിൽ കയറണം. പിന്നെ ഇങ്ങനെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു, അവിടെ പോകണോ വേണ്ടോ, ഇത് കുടിച്ച് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ രണ്ടാളുടെ നിർബന്ധത്തിൽ നമ്മളത് കയറി. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. കുറച്ചൊരു 10 മിനിറ്റേ ഉള്ളൂ, പക്ഷേ നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികളെയും കൊണ്ട് വന്നാൽ ഒന്ന് അവിടെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജസ്റ്റ് കുറേ ഗെയിംസ് ഓണൊക്കെ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. മുന്നേ ഞാൻ പോയാലും കണ്ടിനി, പക്ഷെ ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. മോനെല്ലാം ഒന്ന് വെറുതെ തൊട്ടെല്ലാം നോക്കി അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. കൂടുതൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയപ്പോൾ തന്നെ മാളൊന്ന് ആക്റ്റീവായ പോലെ ഉണ്ട്. ഇതുവരെ പോവാത്ത അത്രയും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. പിന്നെ ട്രെൻഡ്സിൽ കയറിയിട്ട് ഒരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കി, വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കണ്ടിട്ട് ഇന്ന് എടുക്കാണ്ട് മനോവിഷമല്ലേ. പിന്നെ നമ്മളിന്ന് ക്ലബ് സുലൈമാനിന്ന് ഓരോ ഡ്രിങ്ക്സും കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി. നല്ല മഴ അപ്പോഴത്തേക്കും പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ പുറത്ത് നല്ല മഴ. നമ്മൾ പെട്ടുപോയാൽ മഴയത്ത് പോകേണ്ടി വരുക. അപ്പോൾ അങ്ങനെ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അപ്പോഴത്തേക്ക് മഴയെല്ലാം നിന്ന് എല്ലാം ഒന്ന് അടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാധനമെല്ലാം ഞങ്ങൾ വണ്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. സമയം ഒരു 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും. പിന്നെ ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് ഇനിയിപ്പോൾ രാത്രി വേറെ ഫുഡൊന്നും വേണ്ട. കണ്ടോ മഴയെല്ലാം തീർന്ന് നല്ല റോഡെല്ലാം നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം. നല്ല രസമല്ലേ, നല്ലൊരു തണുപ്പുണ്ടാവും. പിന്നെ ബ്ലോക്ക് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നതിനെക്കാട്ടിയും കാട് കട്ടി ബ്ലോക്കായിരുന്നു. ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും